BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇന്ന് വായനാ ദിനം. വായനാ വസന്തമൊരുക്കാൻ കർമ്മ പദ്ധതികൾ ഒരുക്കി ലൈബ്രറി കൗൺസിൽ. പുതുതലമുറയിൽ വായനാശീലം കുറയുകയാണെന്ന മുറവിളികൾക്കൊടുവിലാണ് മുതിർന്നവരിലും കുട്ടികളിലും വായനാ താല്പര്യമുണർത്താൻ വൈവിധ്യമാർന്ന കർമ്മ പരിപാടികൾ കാര്യക്ഷമമാക്കുന്നത്. എറണാകുളം ജില്ലയിൽ കൗൺസിലിന് കീഴിലെ മുഴുവൻ വായന ഗ്രന്ഥശാലകളിലും ഇതിനുള്ള പരിശ്രമത്തിലാണ്. സാധാരണക്കാർ, വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടികൾ. വിദ്യാലയങ്ങൾ, കുടുംബശ്രീ, തൊഴിലാളി സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ കോർത്തിണക്കിയാണ് പരിപാടികൾ കാര്യക്ഷമമാക്കുന്നത്. വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് വിപുലമായ സാംസ്കാരിക പരിപാടികൾക്ക് മൂവാറ്റുപുഴ താലൂക്കിലെ ലൈബ്രറികൾ നേതൃത്വം നൽകി. വായനാ ദിനമായ ഇന്ന് താലൂക്കിലെ 74 ഗ്രന്ഥശാലയും സമീപത്തെ സ്കൂൾ കുട്ടികളോടൊപ്പം ചേർന്ന് പ്രതിജ്ഞയെടുക്കും. PN പണിക്കർ അനുസ്മരണത്തോടൊപ്പം എല്ലാ ഗ്രന്ഥശാലകളിലും വീട്ടക വായന സദസ്സിന്റെ ഉദ്ഘാടനം നടത്തും. പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച, സാംബശിവൻ അനുസ്മരണം, വിവിധ മത്സരങ്ങൾ എന്നിവ നടക്കുമെന്ന് കൗൺസിൽ പ്രസിഡന്റ് ജോഷി സ്കറിയ, സെക്രട്ടറി CK ഉണ്ണി എന്നിവർ പറഞ്ഞു. കൗൺസിലിന് കീഴിൽ അഫിലിയേറ്റ് ചെയ്ത 548 ലൈബ്രറികളാണ് ജില്ലയിലുള്ളത്. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ഇവിടങ്ങളിലെല്ലാം ബുധനാഴ്ച മുതൽ ജൂലൈ 7 വരെ വ്യത്യസ്തമാർന്ന പരിപാടികളുണ്ടാകും. ജില്ലയിൽ 9 വായനശാല A+ ഗ്രേഡിലാണുള്ളത്. കുന്നത്തനാട് 1, കണയന്നൂർ 1, ആലുവ 3, കോതമംഗലം 1, നോർത്ത് പറവൂർ 3 എന്നിങ്ങനെയാണ്. ഒരു വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയാണ് ഗ്രേഡ് നിശ്ചയിക്കുന്നത്. A+ ഗ്രേഡുകാർക്ക് പുസ്തക ഗ്രാൻഡായി പ്രതിവർഷം 50,000 രൂപ ലഭിക്കും. കൂടാതെ 91 ലൈബ്രറികൾക്ക് A ഗ്രേഡും 101 എണ്ണത്തിന് B ഗ്രേഡുമുണ്ട്. ഒരു വർഷമായി മുടങ്ങിക്കിടന്ന കുമ്പളം തേവര കടത്ത് സർവീസ് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചു. കുമ്പളം പറയിൽ കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ കടത്ത് സർവീസ് ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സർവീസ് ആരംഭിച്ചതിൽ യാത്രക്കാരും നാട്ടുകാരും സന്തോഷത്തിലാണ്. കിലോമീറ്ററുകൾ നടന്ന് നെട്ടൂരിലെത്തിയാണ് സാധാരണക്കാർ തേവരയ്ക്ക് പോയിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് 1:30 കുമ്പളത്ത് നിന്ന് തേവരയ്ക്ക് പോയ സർവീസിനിടെ ബോട്ടിന്റെ എഞ്ചിനും ബാറ്ററിയും തകരാറിലായത് കല്ലുകടിയായി. ഇതോടെ പിന്നീടുള്ള സർവീസുകളും മുടങ്ങുകയായിരുന്നു. വൈകിട്ട് തേവരയിൽ നിന്ന് കുമ്പളത്തേക്ക് പോകാനെത്തിയ വിദ്യാർത്ഥികളും യാത്രക്കാരും ദുരിതത്തിലായി. എല്ലാവരും ചുറ്റിക്കറങ്ങി നെട്ടൂരിലൂടെ പോകേണ്ട അവസ്ഥയിലായി. ഒരു വർഷത്തിന് ശേഷം ആരംഭിച്ച കടത്ത് ബോട്ട് തകരാറിലായത് വളരെ പ്രയാസപ്പെടുത്തുന്നതാണെന്നും കടത്തില്ലാത്തതിന്റെ ബുദ്ധിമുട്ടേറെയാണെന്നും കുമ്പളം സ്വദേശിനിയും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അന്ന പറഞ്ഞു. ബോട്ടിന്റെ എഞ്ചിൻ ബെൻഡെക്സ് തകരാറായതാണ് കടത്ത് മുടങ്ങാൻ കാരണമെന്നും ബുധനാഴ്ച മുതൽ സർവീസ് ഉണ്ടാകുമെന്നും ബോട്ടിലെ ജീവനക്കാരൻ പറഞ്ഞു. സർവീസ് മുടക്കം കൂടാതെ നടത്തുന്നതിന് പ്രതിമാസം 33,000 രൂപ വീതം ബോട്ട് നടത്തിപ്പുകാർക്ക് പഞ്ചായത്ത് നൽകും. ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 15 രൂപയും വിദ്യാർത്ഥികൾക്ക് 5 രൂപയുമാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. മോറക്കാല പള്ളിത്താഴത്ത് കാനയിൽ നിന്നുള്ള മണ്ണുപയോഗിച്ച് പാടം നികത്തുന്നതായി പരാതി. ഭാഗികമായി നേരത്തെ നികത്തിയ പാടത്തേക്കാണ് കാനയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നിരുന്നത്. കുന്നത്തനാട് പഞ്ചായത്തിലെ 12ാം വാർഡിലെ അമ്പലപ്പടിയിൽ നിന്നും 14ാം വാർഡിലെ പാടത്തിക്കര ഭാഗത്തു നിന്നും 16ാം വാർഡിലെ പാപ്പാറക്കടം ഭാഗത്തു നിന്നുമാണ് മണ്ണ് കൊണ്ടുവരുന്നത്. നേരത്തെ കാന നന്നാക്കിയപ്പോൾ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണ് ഇവർ കോരിയെടുത്തിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനാണ് കാനയിലെ മണ്ണ് കോരി കോൺക്രീറ്റ് ചെയ്യുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ മറവിലാണ് കാനയിൽ നിന്നുള്ള മണ്ണ് പാടം നികത്തുന്നതിന് ഉപയോഗിച്ചത്. ഈ മണ്ണ് കൂട്ടിയിട്ട് പൊതുമരാമത്ത് AEയുടെ നേതൃത്വത്തിൽ ലേലം ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ഇത് ലംഘിച്ചാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മണ്ണ് പാടശേഖരത്തിൽ തള്ളിയത്. ഇതിനെതിരെ വ്യാപക പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർക്ക് പരാതി നൽകി. കൂടാതെ പൊതുമരാമത്ത് മന്ത്രി, കുന്നത്തനാട് തഹസിൽദാർ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, കുന്നത്തനാട് പോലീസ് എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് തൽക്കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് റിപ്പോർട്ട് നൽകുവാനും കളക്ടർ ആവശ്യപ്പെട്ടു. 3 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനാണ് പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്കമാലി പട്ടണത്തിലെ ഗതാഗത സ്തംഭനം ദുരിതമായതോടെ ടൗണിലെ SBIക്ക് സമീപം ബസ് സ്റ്റോപ്പ് മുന്നോട്ട് മാറ്റി റോഡിന്റെ വശങ്ങളിൽ പാർക്കിംഗ് നിരോധിച്ച് ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും നോക്കുകുത്തിയായതായി ആക്ഷേപം. MC റോഡും ദേശീയപാതയും സംഗമിക്കുന്ന അങ്കമാലി ടൗണിലെ
റോഡിന്റെ വശങ്ങളിൽ അനധികൃത പാർക്കിംഗ് വീണ്ടും വില്ലനാവുകയാണ്. ടൗണിലുടനീളം നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ആരും വകവയ്ക്കുന്നില്ല. അങ്കമാലിയിലേക്ക് വരുന്നതിനും പറവൂർ, മാള, കണക്കൻകടവ് ഭാഗങ്ങളിലേക്ക് പോകുന്നതിനുമുള്ള പ്രധാന ബസ് സ്റ്റോപ്പിനാണ് ഈ ദുരവസ്ഥ. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരം ജോസ് ജ്വല്ലറിക്ക് മുൻഭാഗത്താണ് ബസ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ബസ്സുകൾ നിർത്തിയിരുന്നതും അവിടെയായിരുന്നു. കാൽനടക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ശാസ്ത്രീയ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം നഗരസഭ ഇടപെട്ടാണ് അടുത്തിടെ പൊളിച്ചു മാറ്റിയത്. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ നടപടിയെടുക്കാത്തതിനാൽ പലപ്പോഴും ബസ്സുകൾ റോഡിൽ തന്നെ നിർത്തിയിടേണ്ട അവസ്ഥയുമാണ്. കൊച്ചി നഗരത്തിലെ പൊതുയിടങ്ങളിൽ വിചിത്ര എഴുത്തുകൾ വ്യാപകമാകുന്നു. നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി മരട് നഗരസഭ. മരട് തൃപ്പൂണിത്തുറ നഗരസഭയുടെയും കൊച്ചി കോർപ്പറേഷന്റെയും വിവിധ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ചിത്രരചനകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കുണ്ടന്നൂർ, വൈറ്റ്ല, പൊന്നുരുന്നി, എളംകുളം, തൈക്കുടം, ബണ്ട് റോഡ്, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലെല്ലാം പെയിന്റിങ്ങുകളുണ്ട്. മരട് നഗരസഭ സ്ഥാപിച്ച ബോർഡുകൾ, ബസ് സ്റ്റോപ്പുകൾ, പാലങ്ങളുടെ താഴെ ദിശാസൂചകങ്ങൾ, ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ, ടെലിഫോൺ കേബിൾ, KCB ബോക്സുകൾ എന്നിവിടങ്ങളിലെല്ലാം എഴുത്തുകൾ കാണാം. രാത്രിയിലാണ് വരയ്ക്കുന്നതെന്നാണ് സൂചന. SICK എന്നാണ് എഴുത്തിലുള്ള അക്ഷരങ്ങൾ. ആരാണ് ഈ വരകൾക്ക് പിന്നിലെന്നത് ദുരൂഹമായി തുടരുകയാണ്. പൊതുയിടങ്ങളിൽ അനുവാദമില്ലാതെ വരയ്ക്കുന്ന ഗ്രാഫിറ്റി കൂട്ടായ്മകളുമായവരാകാം ഇതെന്നും അനുമാനമുണ്ട്. മുൻപ് കൊച്ചി മെട്രോയുടെ യാർഡിൽ കയറിയ ട്രെയിനിൽ ഗ്രാഫിറ്റി രചന നടത്തിയവർക്ക് പിന്നാലെ രാജ്യവ്യാപക അന്വേഷണം പോലീസ് നടത്തിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. നഗരവാസികളുടെ കണ്ണുവെട്ടിച്ച് നഗരമാകെ വ്യാപകമാകുന്ന വിചിത്ര രചനയിൽ ആശങ്കയിലാണ് നാട്ടുകാർ. ദുരൂഹതയും കൗതുകവും ഉണ്ടാക്കുന്ന ഗ്രാഫിറ്റി രചനകൾ എന്ന് വിളിക്കുന്ന ഇവ നഗരത്തിലെ ദൃശ്യബോർഡുകളെ പോലും വികൃതമാക്കുകയാണ്. ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭ ടൗൺ പ്ലാനിംഗ് വിഭാഗം പോലീസിന് പരാതി നൽകി. നഗരസഭാ പരിധിയിൽ കണ്ണാടിക്കാട് പാലത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന മരട് നഗരസഭയുടെ സ്വാഗത ബോർഡിലും ഈ ഭാഗത്ത് പാലത്തിന് കിഴക്കുവശം തോമസ് പുരത്ത് നിന്നും ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് നഗരസഭയുടെ ശുചിത്വ സമിതി വാർഡിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡിലും സിക് എന്ന പേരിൽ പെയിന്റിംഗ് കൊണ്ട് രേഖപ്പെടുത്തി ബോർഡുകൾ നശിപ്പിച്ചിട്ടുണ്ട്. നഗരസഭ ആസ്തി നശിപ്പിച്ചവരെ കണ്ടെത്തി അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കണമെന്ന് സെക്രട്ടറി E. നാസിം മരട് പോലീസിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് മണ്ണിനടിയിൽ കുടുങ്ങിയ തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് കൊച്ചി കാക്കനാടാണ് സംഭവമുണ്ടായത്. നിർമ്മാണത്തിനിടെയാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തൊഴിലാളിയുടെ ശരീരത്തിലേക്ക് വീണത്. തൊഴിലാളിയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗം മുഴുവൻ മണ്ണിനടിയിൽപ്പെട്ട നിലയിലായിരുന്നു. ആദ്യം നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മണ്ണ് മാറ്റി തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയത്. ഇയാളെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അദ്ദേഹത്തിന് സാരമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.